മനുഷ്യനെ ജീവനോടെ കുത്തിക്കൊല്ലുന്നു. ഈ നായ്ക്കളെ കൊല്ലാൻ എന്നെ അനുവദിക്കാത്ത നമ്മളെ കൊന്നോട്ടെന്ന് അമ്മ പറഞ്ഞ ശരിയല്ലേ? അതേ ഉള്ളൂ അമ്മയ്ക്ക് പറയാനുള്ള. എന്തായാലും സുപ്രീം കോടതി പറഞ്ഞ കാര്യത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയാണ് കേരള പൊതുസമൂഹം. കേരള പൊതുസമൂഹം മാത്രമല്ല, രാജ്യം മുഴുവൻ തെരുവ് നായ്ക്കളെ പാതയോരങ്ങളിൽ നിന്ന് മാറ്റണം എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ഞാനൊക്കെ ജോലിക്ക് വരുന്ന വഴിയിൽ തന്നെ എന്തോരം തെരുവ് നായ്ക്കളാണെന്നറിയാമോ? ഇപ്പോൾ നമ്മുടെ ഓഫീസിന് മുമ്പിൽ അടക്കമുണ്ട് ഈ തെരുവ് നായ്ക്കൾ. അവിടെ നിന്ന് ഈ ലൈവ് എടുക്കുന്ന സമയത്ത് പോലും എവിടെന്നെങ്കിലും ഒരു തെരുവ് നായയുടെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള പേടിയോടുകൂടിയാണ് പലപ്പോഴും ലൈവ് അടക്കം നിൽക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തായാലും സംസ്ഥാനത്തെ ദേശീയപാതകളിൽ നിന്നും സംസ്ഥാന പാതകളിലുമൊക്കെയുള്ള തെരുവ് നായ്ക്കളെ മാറ്റണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ, പോലീസ് അടക്കമുള്ളവരുടെ ഇടപെടലോടുകൂടിയായിരിക്കണം ഈ തെരുവ് നായ്ക്കളെ ഇവിടുന്ന് മാറ്റേണ്ടത്. എന്തായാലും പുറത്തിറങ്ങുന്ന ആളുകളടക്കം വലിയ ഭയപ്പാടോടു കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പല ആളുകളും ആ രീതിയിലൊക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേയധികം ആളുകളൊക്കെ ഉണ്ട്. ചേട്ടാ, ഈ തെരുവ് നായ്ക്കൾ വലിയ രീതിയിൽ നാട്ടിൽ കൂടിയിട്ടുണ്ട്. ഈ തെരുവ് നായ്ക്കളെ പാതയോരത്ത് മാറ്റണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സാധ്യമാകുമോ നമ്മുടെ നാട്ടിൽ? അങ്ങനെ സർക്കാർ അതിന് മുൻകൈ എടുക്കേണ്ടി വരും, അല്ലാതെ വേറെ സാധ്യതയൊന്നുമില്ല. തെരുവ് നായ്ക്കളെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കൊടുക്കുന്ന ഒരു പരിഗണന കൊടുത്ത് അവരെ നമുക്ക് പ്രത്യേകമായ ഈ സ്ഥലങ്ങളിൽ പാർപ്പിക്കുക, അങ്ങനെ ചെയ്യല്ല. അല്ല, അവർ നമ്മൾ വന്ധീകരിച്ച് കൊല്ലേണ്ടതാണ്. അവർ നമ്മളെ മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അല്ലാതെ പേടിയുണ്ടോ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ? പിന്നെ അതൊരു മൃഗമല്ല, അത് പിന്നെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവിയല്ലേ. നമുക്ക് പേടിച്ചല്ലേ പറ്റുള്ളൂ. അത് നമ്മളെന്ത് ചെയ്യുമെന്ന് അറിയില്ല. അതുപോലെ ഇതിന് പേ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ പേ വന്നാൽ പോലും നമുക്ക് ചികിത്സിച്ച് പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയുമായിപ്പോൾ. അതെ, അങ്ങനെ പേടിച്ചാണ് എല്ലാവരും കഴിയുന്നത്. ചേച്ചി, നല്ല വെയിലൊക്കെയാണ്, അപ്പോൾ കരിക്കൊക്കെ കുടിച്ചൊന്ന് ആശ്വസിച്ച് നിൽക്കുകയാണ്. ഈ തെരുവ് നായെ പേടിച്ചൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ. അതെ അതെ അതെ. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തെരുവ് നായ്ക്കളെ സംസ്ഥാന ദേശീയ പാതകളിൽ നിന്ന് മാറ്റാൻ ഇടപെടണം. അത് തദ്ദേശ സ്ഥാപനങ്ങൾ, പോലീസ്. അപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിനകത്ത് മാറ്റാൻ കഴിയുമോ? ഇതിനെ മാറ്റി എങ്ങോട്ട് കൊണ്ടുപോകും? അങ്ങനെ ആശങ്കയുണ്ടോ? എന്താ തോന്നുന്നത് ഇതിനെക്കുറിച്ച്? ഈ പറഞ്ഞത് ശരിയാണ്. എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ മേലധികാരികൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഇതിനൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളത് ഇതിന് പറ്റുകയും നിലവിലുള്ള സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ കുട്ടികളോടൊക്കെ പുറത്തിറങ്ങുമ്പോൾ ശരിക്കും പേടിയുണ്ട്. അല്ല, മക്കളൊന്നും അങ്ങനെ അധികം അവർക്കൊരു പട്ടിയെ കണ്ടാൽ തന്നെ പോകാറില്ല. കാരണം മകന് എന്ന് രാവിലെ 6 മണിക്കാണ് വണ്ടി വരുന്നത്. ഇപ്പോഴും കൊണ്ടാക്കണം. കാരണം പട്ടിയെ കണ്ടിട്ട് ആ കുട്ടി തന്നെ പോകാറില്ല. ഭയങ്കര പേടിയാണ്. പക്ഷേ അത് ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ എന്നാലും തെരുവ് നായ എന്നുള്ള ആ ഒരു പല അനുഭവങ്ങളും നമ്മൾ TV-യിലും വാർത്തയിലും കാണുന്നത് കാരണം കുട്ടികൾ പുറത്തിറങ്ങാറില്ല. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഈ തെരുവ് നായ ശല്യം മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ തരത്തിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ പല ആളുകളുടെയൊക്കെ പ്രതികരണത്തിലൊക്കെ പോകാം. ചേട്ടാ, നല്ല വെയിലൊക്കെയാണ്, അപ്പോൾ കരികൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഈ തെരുവ് നായ്ക്കളെ നമ്മുടെ റോട്ടിൽ നിന്നൊക്കെ മാറ്റണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. തെരുവ് നായനെ പേടിയാണെന്നറിയാം. അപ്പോൾ എങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞത് നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുമോ? അത് നടക്കുമെന്ന് ആദ്യത്തെ എടുക്കും, പിന്നെ പഴയതുപോലെ ആവും. ചേച്ചി, എന്താ അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? ആദ്യമൊക്കെ നടക്കും. എത്ര എണ്ണം വേണം? ഞങ്ങളുടെ അവിടെ ഒരു നേരം എടുക്കുമ്പോൾ 15 എണ്ണമെങ്കിലും കാണും. അതിനെയാണ് കണി കണ്ടുകൊണ്ടിരുന്നേക്കുന്നത്. അതിന് മാത്രം നമ്മുടെ സർക്കാരിനൊരു പ്രതിഫലവും കാണിക്കുന്നില്ല. അത്ര മാത്രമേ ഉള്ളൂ പറയാൻ. തെരുവ് നായകനെ കണി കണ്ടോ? കേരളത്തിൽ മുഴുവൻ അങ്ങനെയാണേ. എന്നും പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? ലോകത്തെ എല്ലാത്തിനെയും തല്ലിക്കൊല്ലുന്നുണ്ട്. മനുഷ്യനെ കൊല്ലാം, നായയെ കൊല്ലാൻ അനുവാദമില്ല. അങ്ങനെയാണ് നമ്മുടെ മന്ത്രിമാരിപ്പം ചെയ്യുന്നത്. മനുഷ്യനെ ജീവനോടെ കുത്തിക്കൊല്ലുന്നു. ഈ നായ്ക്കളെ കൊല്ലാൻ എന്നെ അനുവദിക്കാത്ത നമ്മളെ കൊന്നോട്ടെന്ന് അമ്മ പറഞ്ഞ ശരിയല്ലേ? അതേ ഉള്ളൂ അമ്മയ്ക്ക് പറയാനുള്ള. അപ്പോൾ ഇവിടെ എന്താ അഭിപ്രായം? നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വലിയ തരത്തിൽ അത് കൂടി വരുന്നേ. അപ്പോൾ ഇഷ്ടം പോലെ ഞങ്ങൾ പട്ടത്ത് താമസിക്കുന്നു, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വെളുപ്പിൻ്റെ പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്, പക്ഷേ പട്ടിയെ പിടിച്ചിട്ട് ഇപ്പം നേരം വെളുത്തിട്ടേ പോകത്തുള്ളൂ. പട്ടിയെ പിടിച്ച് പള്ളി പോക്ക് വരെ സമയം മാറ്റിയ ഒരു അവസ്ഥയല്ലേ? അത് തന്നെ സത്യം. അത്രേ ഉള്ളൂ, സത്യം. പേടിയുണ്ട്, നല്ലോണം പേടിയുണ്ട്. ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴേ. ഇതിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് ഇതിനെയൊക്കെ സംസ്ഥാന ദേശീയപാതകളിൽ നിന്ന് മാറ്റണമെന്നാണ്. അപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ ഇത് നടക്കുമോ? ഇപ്പോൾ നേരത്തെ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ ഒന്ന് ചെയ്യും, പിന്നെ നടക്കത്തില്ല, അങ്ങനെയാണോ? ശ്രമിച്ചാൽ നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും അതിനായിട്ട് പരിശ്രമിച്ചിറങ്ങിയാൽ നടക്കാത്ത ഒന്നുമില്ല. പക്ഷേ ഒരു പ്രഹസനം പോലെ ഇതെങ്ങനെ ആകും, പിന്നെ അതങ്ങ് വിടും, അത്രേ ഉള്ളൂ. ആരുടെയെങ്കിലും ശരിക്ക് കടിച്ചു പറിക്കുമ്പോഴേ ഞാൻ കുത്തിവെപ്പ് എടുത്തിട്ടിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ പരിശ്രമിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. അങ്ങേയറ്റം പരിശ്രമം വേണം എന്നുള്ള കാര്യമാണ് ഈ അമ്മ പറയുന്നത്. അതോടൊപ്പം തന്നെ പട്ടിയെയൊക്കെ കണി കണ്ടാണ് ഇറങ്ങുന്നത്. കാരണം അങ്ങേയറ്റം പട്ടികളാണെന്നൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത്. ഈ തെരുവ് നായ്ക്കളെ പേടിച്ചുകൊണ്ട് പള്ളി പോക്കിൻ്റെ സമയമടക്കം മാറ്റി എന്നുള്ള രസകരമായിട്ടുള്ള മറുപടികളുണ്ട്. പക്ഷേ അതിനകത്ത് യാഥാർത്ഥ്യം കൂടിയുണ്ട്. അങ്ങനെ അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. പല ആളുകളും പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് പറയുന്നത്. ചേട്ടാ, തെരുവ് നായ്ക്കളെയൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ മാറ്റണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്.
കേരളത്തിൽ ഇത് നടക്കുമോ? കാരണം ഇത് സാധ്യമാണോ? കുറേയധികം തെരുവുനായ്ക്കളാണ് മൊത്തത്തിലുള്ളത്. നടത്തണം. നടക്കാത്ത കാര്യങ്ങൾ നടത്താനാണല്ലോ സർക്കാരും ഒക്കെ വേണ്ടത്. നടത്തണം. ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും വലുത്. തെരുവുനായ്ക്കളുടെ ശല്യം വളരെയധികമാണ് ഇപ്പോൾ. എന്തെങ്കിലും സർക്കാർ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. ഇത് നടന്നു പോകുന്നത് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം നല്ല തീരുമാനമാണ്, നല്ല നിർദ്ദേശമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ സഹകരിക്കണം, പോലീസിൻ്റെ ഇടപെടൽ വേണം, ഒരു കൂട്ടായ പ്രവർത്തനമാണ് വേണ്ടത്. ഇത് കേരളത്തിൽ ഇതങ്ങ് എല്ലാം സ്മൂത്തായിട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സ്മൂത്തായിട്ട് പോകുന്ന പ്രതീക്ഷയില്ല. കാര്യം ഇതുവരെ ഇത്ര നാളായിട്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണിത്. ഇതുവരെ ഒരു പരിഹാരവും കണ്ടിട്ടില്ല. പലപ്പോഴും ഈ വന്നു കഴിഞ്ഞാൽ അതിന് അഗൻസ്റ്റായിട്ട് കേസ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ളൊരു നടപടി ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകും. ജനങ്ങളെ രക്ഷയാണ് ഏറ്റവും പ്രധാനം. അതെ, അതുതന്നെയാണ്. ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. മഴയായാലും വെയിലായാലും പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ ഈ തെരുവുനായ്ക്കളെ പേടിക്കാതെ പോകാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സർക്കാർ ഒട്ടും അമാന്തം കൂടാതെ ചെയ്യണം. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്തു പോരണം. അതിനകത്ത് ഒരു തരത്തിലുള്ള വീഴ്ചയുണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് പല ആളുകളും അവരുടെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുന്നത്. പട്ടിയെ പേടിച്ച് പള്ളിയിൽ പോകുന്ന സമയം മാറ്റിയ ആളുകളുണ്ട്, പട്ടിയെ കണി കണ്ടുവരുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഭയമാണ്. എന്തായാലും ഇപ്പോൾ ഈ സുപ്രീം കോടതി നിർദ്ദേശം അത് അങ്ങേയറ്റം 100% ഫലപ്രാപ്തിയോടുകൂടി ചെയ്യാൻ കഴിയണം എന്നുള്ള കാര്യമാണ് പല ആളുകളും അഭിപ്രായമായിട്ട് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ണി പാലാടിക്കൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.